ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ് കേട്ടോ. അപ്പോൾ അതേ അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ലേശം ഒരു നുള്ളുപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ട് നുറുകി അരിഞ്ഞു വെച്ചതും, പിന്നെ നമ്മുടെ തേങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആവശ്യത്തിന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമാണിത് കേട്ടോ. ഇത് ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തേങ്ങയൊക്കെ കൂടെ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ, ഒരു 1/2 കപ്പോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് വാഴയില നമ്മുടെ അടയുടെ പരുവത്തിൽ അപ്പോൾ ഉണ്ടാക്കാം. നമുക്ക് വാഴയില നമുക്ക് അടയുടെ പരുവത്തിൽ കീറിയെടുക്കുവാണ് കേട്ടോ. ഈ പരുവത്തിൽ ഞാൻ കീറിയെടുക്കുക കേട്ടോ. ഇലയൊക്കെ മുറിച്ച് വൃത്തിയാക്കി ഇതിന്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അട നിരത്താം. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ കട്ടിക്ക് പരത്തി കഴിഞ്ഞാൽ അട തിന്നാനൊരു ടേസ്റ്റ് കാണത്തില്ല. ഗോതമ്പ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പരത്തി, ഈ ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവമില്ലേ, ആ പരുവത്തിലാണ് നമ്മൾ ഇത് കൈ കൊണ്ട് പരത്തി എടുക്കാനായിട്ട്. കട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് കാണത്തില്ല പിന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ അടയുടെ ഇല എടുത്ത്, അട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാനിത് ഇപ്പം ആയിട്ട് ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കും ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വേണ്ടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ അടയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഇല എടുത്ത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മാവെടുക്കുക, കുറച്ച് മാത്രം മാവെടുക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മാവെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ ഉണ്ടയായിട്ട് വരും. വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ പരത്തിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നന്നായിട്ട് ഒന്ന് പരന്ന് കിട്ടും. നല്ല നൈസായിട്ട് പരത്തി എടുത്തു കഴിഞ്ഞാൽ അടയ്ക്ക് ടേസ്റ്റ് കൂടും. കാരണം കട്ടിയുള്ള ഈ റൊട്ടിയൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും അല്ലെങ്കിൽ.
ഇങ്ങനെ നല്ല രീതിയിൽ പരത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ കൂട്ട് വെക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ അതേ ഞാൻ കുറച്ച് എടുത്ത് നടുവിൽ വെക്കുവാണ് കേട്ടോ. നമുക്കിത് എന്താ പറയുക, അപ്പൊ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളിയാണ്.